ആനച്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളമെന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളുമാണ് ആനച്ചാൽ ടൗണിൽ വന്നു പോകുന്നത്. ആഡിറ്റ് കയറ്റത്തിലടക്കം ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കുവാൻ പോലീസ് ഔട്ട് പോസ്റ്റിൻ്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അടിമാലി മേഖലയിൽ വേഗത്തിൽ വളരുന്ന ടൗണുകളിലൊന്നാണ് ആനച്ചാൽ. ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആനച്ചാൽ ടൗൺ. മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളമെന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളും ആനച്ചാൽ വഴി കടന്നുപോകുന്നു. നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നതിനാൽ രാത്രികാലത്ത് പോലും ആനച്ചാൽ സജീവമാണ്. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിക്കുവാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ആനച്ചാലിൽ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം. ഒരു പോലീസിന് സാന്നിധ്യം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ തമിഴ്നാട് ഇൻ്റർസ്റ്റേറ്റ് പാതയായിട്ടുള്ള നമ്മുടെ ഗ്യാപ്പ് റോഡെല്ലാം ബ്ലോക്കായിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ നിത്യയാത്രക്കാരും വലിയ വാഹനങ്ങളെല്ലാമായിട്ട് ആനച്ചാലിൽ നിന്ന് താഴേക്ക് പോകുന്ന ആൽത്തറ നിന്ന് താഴേക്ക് പോകുന്ന ആ കുത്തിറക്കം, ആ ഇറക്കത്തിലും എന്നും തന്നെ ഈ റോഡ് പരിചയമില്ലാത്തതിൻ്റെ എല്ലാ പേരിൽ ആക്സിഡൻറ്റുകളും യാത്രക്കാരും വാഹന ഉടമകളും തമ്മിലുള്ള തർക്കങ്ങളെല്ലാം നിത്യസംഭവമാണ്. ആനച്ചാലിനെയും കുഞ്ചിത്തണ്ണിയെയും ബന്ധിപ്പിക്കുന്ന ആഡിറ്റ് കയറ്റത്തിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാണ്. ഇത് പരിഹരിക്കുവാൻ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സ്ഥിരം അപകടം കാര്യങ്ങളൊക്കെ പതിവാണ്. ഇവിടെ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ഈ ടൂറിസ്റ്റുകൾ വിനോദയാത്രക്കാർ വരുന്നവർ ആനച്ചാലിന് വരാനായിട്ട് മെയിൻ വഴി ഇതാണെങ്കിൽ പോലും ഒരു വഴിയുടെ അപ്പുറത്തൂടെ പവർ ഹൗസ് വഴിയുണ്ട്. ഇതിലെ എന്നും തന്നെ ആക്സിഡൻ്റാണ് വണ്ടി. ഇവിടെ വലിയൊരു വളവാണ്, താഴെ കാണുന്ന വലിയ ആനച്ചാലിന് ആൽത്തറയ്ക്ക് തൊട്ട് താഴെ വലിയ വളവാണ്. ഇവിടെ ഈ സംഭവം ബൈക്കുകാർ ഒരു ദിവസം ഒരു 10 പേരെങ്കിലും മാറി നമ്മൾ കാണാറുണ്ട്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ ആനച്ചാലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ആഡിറ്റ് കയറ്റത്തിലടക്കം ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കുവാൻ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം. ആനച്ചാൽ ടൗണുമായി ചേർന്ന് കിടക്കുന്ന 2-ാം മൈലിലും ഗതാഗതക്കുരുക്കുണ്ടാവുന്നത് പതിവ് സംഭവമാണ്. അടിയന്തര സാഹചര്യത്തിൽ ഇവിടെയും വേഗത്തിൽ പോലീസിന്റെ സേവനം ലഭ്യമാകാൻ ആനച്ചാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിച്ചാൽ സാധ്യമാകും. എസ്. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.